ഈ വഖഫ് നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണല്ലേ വിവിധയിടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുർഷിദാബാദിൽ പ്രത്യേകിച്ചും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാകുകയും സംഘർഷത്തിൽ ഇപ്പോൾ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ആ കൊല്ലപ്പെട്ടവരിൽ പിതാവും മകനും ഉൾപ്പെടുന്നു. അങ്ങനെ സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 118 ആയിട്ടുണ്ട്. അബ്ദുൾ റഷീദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അബ്ദുൾ റഷീദ്, ദിവസങ്ങളായി തുടരുന്ന സംഘർഷമാണ് 3 പേരുടെ മരണത്തിലേക്ക് അത് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗൗരവതരം. എന്താണ് നിലവിലെ സ്ഥിതി സാഹചര്യം? കൂടി ബംഗാളിലെ മുർഷിദാബാദിൽ ആരംഭിച്ച ഈ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് പിന്നീട് വലിയ അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നത്. പ്രത്യേകിച്ചും സമാധാന അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ വരുമ്പോൾ അവർ പ്രതിഷേധം അടിച്ചമർത്താനുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിന്റെ ഭാഗമായി പോലീസിനെയും BSF പ്രവർത്തകരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധക്കാരും BSF ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അതൊരു അക്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ മേഖലകളിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട മേഖലകളിലും അതോടൊപ്പം വിവിധ മേഖലകളിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ വലിയ അക്രമങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ BSF ജവാന്റെ ഭാഗത്ത് നിന്നും ഒരു ആൾക്ക് വെടിയേറ്റത്. ഇയാളെ ജീവൻ രക്ഷിക്കാനായില്ല, ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം ഈ വിവിധ മേഖലകൾ പ്രത്യേകിച്ച് ഈ മുർഷിദാബാദിന്റെ അടുത്ത സമീപ പ്രദേശമായിട്ടുള്ള ജഫ്രാബാദിൽ വീട്ടിൽ കയറിയും ഇത്തരത്തിൽ അക്രമികൾ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ വീട്ടിൽ കയറി ആക്രമിച്ചതിന് പിന്നാലെയാണ് ഒരു അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. എന്തായാലും ജഫ്രാബാദ് സ്വദേശികളായിട്ടുള്ള ഹർഗോവിന്ദ ദാസ്, ചന്ദൻ ദാസ് തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വീടുകൾ ആക്രമികൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് സമീപ പ്രദേശത്തു നിന്നുള്ളവരൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മുർഷിദാബാദിലും അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ അക്രമാസക്തമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഈ അക്രമത്തിന് പിന്നാലെ 138 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സമാധാന അന്തരീക്ഷത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് ഇടയിലേക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറക്കിക്കൊണ്ട് വലിയ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഈ അക്രമങ്ങളിൽ നടപടിയെടുക്കുന്നതും അതോടൊപ്പം ഈ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാരോപിച്ച് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം എന്തായാലും വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടാകുകയാണ്. മുഖ്യമന്ത്രിക്കകം ആ പ്രതിഷേധത്തെ ഒരു പരുവപ്പെടുത്താൻ പറ്റുന്നില്ല. ദിവസങ്ങളായി ഈ സംഭവങ്ങൾ തുടങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. അപ്പോൾ അതിനെ അടിച്ചമർത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല ഒരു ഭരണകൂടത്തിന് എന്നുള്ളത് കൂടി ഗുരുതരമാണ് ആ സംഭവത്തിൽ. എന്തായാലും 3 പേരുടെ മരണം ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ